ആത്മോപദേശ ശതകം ഓഡിയോ ബുക്ക് തുടരുന്നു. 31 ശ്ലോകം. അനുഭവമാദിയിലൊന്നിരിക്കിലല്ലാതനുമതിയില്ലിതു മുന്നമക്ഷിയാലേ അനുഭവിയാതതുകൊണ്ട് ധർമ്മിയുണ്ടെന്നനുമതിയാലറിവിലറിഞ്ഞിടേണം. ആദിയിൽ നേരത്തെ അനുഭവം ഒന്നിരിക്കലല്ലാതെ ഹേതുസാധ്യങ്ങളുടെ സാഹചര്യ നിയമം പ്രത്യക്ഷത്തിൽ കണ്ടുറപ്പിച്ചിട്ടുണ്ടെങ്കിലല്ലാതെ അനുമതിയില്ല. ഒരു കാര്യം അനുമാനം കൊണ്ട് നിശ്ചയിക്കാൻ കഴിയില്ല. ഇത് പരമകാരണമായ ബോധത്തിനും പ്രപഞ്ചത്തിനും തമ്മിലുള്ള ബന്ധം മുന്നമക്ഷിയാലെ നേരത്തെ പ്രത്യക്ഷമായി അനുഭവിയാത്തതുകൊണ്ട് കണ്ടറിഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് ധർമ്മിയുണ്ടെന്ന്, ജഡധർമ്മങ്ങൾക്കധിഷ്ഠാനമായി ഒരു ബോധസത്യമുണ്ടെന്ന് അനുമതിയാൽ അറിവിയില്ല. അനുമാനം കൊണ്ടറിയാനേ പറ്റില്ല. അറിഞ്ഞിടേണം. ഇക്കാര്യം സത്യാന്വേഷികൾ വ്യക്തമായി ധരിക്കണം. നേരത്തെ ഹേതുസാധ്യങ്ങളുടെ സാഹചര്യ നിയമം പ്രത്യക്ഷത്തിൽ കണ്ടുറപ്പിച്ചിട്ടുണ്ടെങ്കിലല്ലാതെ ഒരു കാര്യം അനുമാനം കൊണ്ട് നിശ്ചയിക്കാൻ കഴിയുകയില്ല. പരമകാരണമായ ബോധത്തിനും പ്രപഞ്ചത്തിനും തമ്മിലുള്ള ബന്ധം നേരത്തെ പ്രത്യക്ഷമായി കണ്ടറിഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് ജഡധർമ്മങ്ങൾക്കധിഷ്ഠാനമായി ഒരു ബോധസത്യമുണ്ടെന്ന് അനുമാനം കൊണ്ടറിയാനേ പറ്റില്ല. ഇക്കാര്യം സത്യാന്വേഷികൾ വ്യക്തമായി ധരിക്കണം. അനുമതിയില്ല. പ്രപഞ്ചത്തിന് അധിഷ്ഠാനമായി നിശ്ചലവും ആനന്ദഘനവുമായ ഒരു ബോധസത്യം നിലവിലുണ്ടെന്ന് അനുമാനപ്രമാണം കൊണ്ട് നിശ്ചയിച്ചുകൂടെ? ഒരു ഹേതുവും അതുകൊണ്ട് കണ്ടെത്താവുന്ന സാധ്യവും ഒരുമിച്ച് വർത്തിക്കുന്നു. ഒരു ഹേതുവും അതുകൊണ്ട് കണ്ടെത്താവുന്ന സാധ്യവും ഒരുമിച്ച് വർത്തിക്കുന്നു. നേരത്തെ പ്രത്യക്ഷത്തിൽ പലപ്പോഴും കണ്ടറിഞ്ഞിട്ടുള്ള ആളിനു മാത്രമേ ഹേതു കാണുന്നിടത്ത് സാധ്യത്തെ ഊഹിച്ചറിയാൻ പറ്റൂ. പുകയ്ക്കും അഗ്നിക്കും തമ്മിലുള്ള നിരന്തര സാഹചര്യം അനേകം തവണ കണ്ടറിഞ്ഞിട്ടുള്ള ഒരാൾക്ക് എവിടെയെങ്കിലും പുക കണ്ടാൽ അവിടെ ഉടനെ തന്നെ അഗ്നിയുണ്ടെന്ന് ഊഹിക്കാൻ കഴിയുന്നു. ഇതാണ് അനുമതി. ഇതുപോലെ പ്രപഞ്ചമാകുന്ന ധർമ്മത്തിനും നിശ്ചലബോധമാകുന്ന ധർമ്മിക്കും തമ്മിലുള്ള സാഹചര്യം പഞ്ചേന്ദ്രിയങ്ങൾക്കോ മനസ്സിനോ നേരിട്ടറിയാൻ കഴിയുന്നതല്ല. ഉണ്ടായി മറയുന്ന കാര്യരൂപങ്ങളായ പ്രപഞ്ചധർമ്മങ്ങളെ കണ്ടിട്ട് ഇവയുടെ ധർമ്മിയായി കാരണരൂപനായ ഒരു ഈശ്വരനെ ഊഹിച്ചറിഞ്ഞുകൂടെ എന്നു ചിലർ സംശയിച്ചേക്കാം. കുടം കണ്ടിട്ട് കുലാലനെ ഊഹിക്കുന്നത് പോലെ പ്രപഞ്ചകാര്യം കണ്ടിട്ട് കാരണമായ ഒരു ഈശ്വരനെ ഊഹിക്കുന്നതിന് വിരോധമില്ല. എന്നാൽ പ്രപഞ്ചത്തിന് അധിഷ്ഠാനമായ ആ ഈശ്വരൻ്റെ സ്വരൂപം എന്താണെന്നെങ്ങനെ ഊഹിക്കാൻ പറ്റും? ആനന്ദഘനമായ നിശ്ചല ബോധമാണ് ഈശ്വര സ്വരൂപമെന്ന് ഊഹിക്കാൻ പറ്റുകയില്ല. നേരെ മറിച്ച് ജഡപ്രപഞ്ചം കാണുന്നയാൾ അതിൻ്റെ കാരണവും എന്തോ ജഡമായിരിക്കും എന്നാണ് ഊഹിക്കുക. അങ്ങനെയാണ് ഭൗതികവാദങ്ങൾ തലപൊക്കാൻ ഇടയായിട്ടുള്ളത്. മനസ്സിനെ നിശേഷം ഉപശമിപ്പിക്കാൻ കരുത്തുള്ളയാൾക്കു മാത്രമേ പ്രപഞ്ച അധിഷ്ഠാനവും ആനന്ദബോധസ്വരൂപവുമായ ഈശ്വരനെ കണ്ടെത്താൻ കഴിയൂ. ബ്രഹ്മസത്യം ഇങ്ങനെ സാക്ഷാത്കരിച്ച ജ്ഞാനിക്ക് പിന്നെ അനുമതിയുടെ ആവശ്യമേയില്ല. സാക്ഷാത്കരിക്കാത്തയാളിന് അനുമതി സാധ്യവുമല്ല. അതുകൊണ്ട് സാധാരണക്കാരന് ഈ മഹത്തായ സത്യത്തെ സംബന്ധിച്ചിടത്തോളം അതനുഭവിച്ചിട്ടുള്ളവരെ വിശ്വസിച്ച് അവർ പറയുന്ന മാർഗം പിന്തുടർന്നറിയുക മാത്രമേ നിവൃത്തിയുള്ളൂ. സത്യത്തെ സംബന്ധിച്ചിടത്തോളം ജ്ഞാനകാണ്ഡമെന്നറിയപ്പെടുന്ന വേദാന്തത്തെ പരമപ്രമാണമായി സ്വീകരിക്കാനുള്ള കാരണവും ഇതാണ്.
സത്യദർശികളായ ഋഷിമാരാണല്ലോ ഉപനിഷത്തുക്കൾ രചിച്ചിട്ടുള്ളത്. ബ്രഹ്മസൂത്രത്തിലെ 3ഉം 4ഉം സൂത്രങ്ങളിൽ വേദവ്യാസ ഭഗവാനും അവയുടെ ഭാഷ്യത്തിൽ ശ്രീ ശങ്കര ഭഗവത്പാദരും ഇക്കാര്യം വിശദമായി ചർച്ച ചെയ്തിട്ടുണ്ട്. പ്രപഞ്ചം നിശ്ചലബോധസ്വരൂപമായ ബ്രഹ്മത്തിൽ പ്രതിഭാസിക്കുന്ന ധർമ്മമാണ്. സൂര്യനിൽ കിരണങ്ങൾ എന്ന പോലെ ഇവിടെ സൂര്യൻ ധർമ്മിയും കിരണങ്ങൾ ധർമ്മവുമാണ്. സൂര്യനെ അറിയാതെ കിരണങ്ങൾ മാത്രം കണ്ടാൽ അവ പ്രത്യേക വസ്തുക്കളാണെന്ന് തോന്നിയെന്ന് വരാം. സൂര്യനെ കാണുന്ന ഒരാൾക്കാകട്ടെ സൂര്യനിൽ നിന്നും ഭിന്നങ്ങളായ കിരണങ്ങൾ ഉണ്ടായിരിക്കുന്നതേയില്ല. അതുപോലെ എല്ലാ പ്രപഞ്ച ഘടകങ്ങളും നിശ്ചലബോധസ്വരൂപമായ ബ്രഹ്മത്തിൻ്റെ ധർമ്മമാണ്. ബ്രഹ്മത്തെ കാണാതിരിക്കുന്നതുവരെ ഇവ ഭിന്ന പദാർത്ഥങ്ങളാണെന്ന് തോന്നാം. ഈശ്വരനെ കണ്ടു കഴിഞ്ഞാൽ ഒരാൾക്ക് ഈശ്വരനിൽ നിന്നും ഭിന്നമായി ഇവിടെ ഒന്നും തന്നെയില്ലെന്ന് ബോധ്യമാകുന്നു. ഇക്കാര്യമാണ് 32ാം പദ്യത്തിലെ പ്രതിപാദ്യം. ഓഡിയോ ബുക്ക് തുടരുന്നതാണ്.